ഇത് ഫസ്റ്റ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെല്ലാം ഓർഡർ ബേസ്ഡ് ആണെന്നല്ലേ പറഞ്ഞത്. ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഓർഡറിനനുസരിച്ച് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നെ ഡെലിവറി ചെയ്യുന്നു. അത് ക്രെഡിറ്റ് ഉണ്ടാവും, ക്യാഷ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻവോയ്സ് ചെയ്യാം, വേറെ എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പോയിന്റ് ഓഫ് സെയിൽ പോയിട്ട് എന്ത് ചെയ്യാം, സെയിൽ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഐറ്റം അല്ലേ ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ വേറെ ടച്ച് ആണെങ്കിൽ നമുക്ക് ടച്ച് മോഡിൽ പോവാം. ഇവിടെ ടച്ച് മോഡിൽ ഇത് ഇങ്ങനെ വരും. ഇതിപ്പോൾ ഇത് സാമ്പിളാണ്, അതുകൊണ്ട് ഓർഗനൈസ്ഡ് അല്ല ഇത്. ഇതിലിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോവാം. അല്ലെങ്കിൽ കോഡ് അടിച്ചിട്ട് ഇതിനകത്ത് ഷോർട്ട് കോഡ് അടിച്ചിട്ട് പോവാം. ഇവിടെ ബാർ കോഡ് പ്രൈസ് ഞാൻ 1 ഇട്ടത്, പക്ഷേ ഒറിജിനൽ പ്രൈസ് ഇട്ടാൽ പ്രൈസ് വരും, സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് അങ്ങനെ ബില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാലണ്ടറിൽ ഷെഡ്യൂൾ ചെയ്യാം. ആദ്യം ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഓർഡർ എന്ത് ചെയ്യാം, സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 26 ഒരു ഓർഡർ ഉണ്ടെന്ന് വരിക, ഡെലിവറി ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ 26 ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെയിൽസ് ഓർഡർ എടുക്കാം. ഈ സെയിൽസ് ഓർഡറിൽ നമ്മൾ കസ്റ്റമറുടെ പേര്, ക്രെഡിറ്ററാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അഡ്രസ് ബുക്ക് പോയിട്ട് അത് ക്രിയേറ്റ് ചെയ്യണം അഡ്രസ്സ്. അപ്പോൾ അത് വരും, അവർ ബാലൻസ് ഇവിടെ വരും. അവർ കറണ്ട് ബാലൻസ് എത്രയാണ് ഇവിടെ പോകണ്ടേ. എക്സാമ്പിൾ കസ്റ്റമർ 51 ബാലൻസ് ഉണ്ട്, നമുക്ക് പേ ചെയ്യേണ്ടത്. ഇപ്പോൾ സെലക്ട് ചെയ്ത് നമ്മുടെ സർവീസസിൽ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. കോഡ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. കോഡ് ഞാൻ കൊടുത്തില്ല. കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മളിവിടെ സ്കാൻ ബാർ കോഡിൽ സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താൽ ഡയറക്റ്റ് വരും. ഇത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ഓർഡറാണ് നമ്മളിപ്പോൾ പ്ലേസ് ചെയ്തത്. ആ ദിവസം എത്ര ഓർഡർ ഉണ്ടെന്ന് ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ 26 ഒരു ഓർഡർ പെൻഡിങ് ആണ്. ഇപ്പോൾ ഈ ഓർഡർ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ പോയാൽ അത് കാണാം, നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇവിടുത്തെ PDF എടുത്ത് നമുക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മൾ ഓർഡർ, സെയിൽസ് ഓർഡർ. അപ്പോൾ ഇനി കൂടുതൽ ഓർഡർ ആ ദിവസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഡേ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഹോമിൽ പോയാൽ ഓർഡേഴ്സ് എല്ലാം ഇവിടെ കാണാം. വേണം 2 ഓർഡർ ഉണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്ത്. ഇതിപ്പോൾ ഓർഡർ നമ്മൾ ഉണ്ട്, ഓൾറെഡി നമുക്കറിയാം. 2 ഓർഡറിന് എന്തൊക്കെയാണെന്നുള്ള അറിയാം, മാറ്റേഴ്സ്. അപ്പോൾ നമുക്കത് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കോപ്പി ആൻഡ് ക്രിയേറ്റ് സെയിൽസ് ഇൻവോയ്സ്. ഇപ്പോൾ ഇത് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ റേറ്റൊക്കെ ചേഞ്ച് ചെയ്യാം. റേറ്റ് സെല്ലിംഗ് പ്രൈസ് ഇട്ടാൽ ഓട്ടോമാറ്റിക് വരും. ഇത് ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ആവും. നമുക്ക് എല്ലാം ഇവിടെ നിന്ന് തന്നെ കാണാം. കാലണ്ടറിനകത്ത് കാണപ്പെടുന്നു ഏതൊക്കെ ഓർഡർ ഉണ്ടെന്ന്. ഇത് ക്ലോസ് ചെയ്ത് നമുക്ക് ഓർഡർ സ്റ്റാറ്റസ് മാറ്റിക്കഴിഞ്ഞാൽ അത് പോകും. ഓർഡർ സ്റ്റാറ്റസ് പെൻഡിങ്ങിൽ പോയിട്ട് അത് ഡിസ്പ്ലേ കാണാതാവും.